അന്വേഷണോ? എന്താ അന്വേഷണം? അത് ആലോചിക്കുമ്പോ എന്റെ പെരി വിരലിന്ന് ഇരച്ചു കേറോ. സുലോചന, കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. പൊന്നാരം തോട്ടത്ത് നിന്നും എന്തോ രത്നമോതിരമോ വൈരമോതിരമോ വൈഡൂര്യമോതിരോ എന്തോ ഒരു മോതിരം അത് കാണാതെ പോയിന്ന്. നമ്മുടെ മക്കളും മരുമക്കളും ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ളവർ ഇതറിയുന്നത്. അപ്പൊ അവർക്ക് വലിയൊരു സംശയം, നമ്മുടെ മക്കള് വല്ലതും അത് എടുത്തിട്ടുണ്ടാവോന്ന്. ഒന്നും പറയണ്ട ശ്രീകളെ, കുറച്ചു കഴിഞ്ഞപ്പോ പൊന്നാരം തോട്ടത്തുകാര് മൊത്തം ഇളകി ഇങ്ങ് പോന്നു. പിന്നെ ഇവിടെ കേരള പോലീസ് തോറ്റുപോകുന്ന അന്വേഷണം. ഈ വീടിന്റെ മുക്കും മൂലയും ഉഴുതു മറിച്ചുള്ള അന്വേഷണം. സുലോചനെ നിർത്ത. ഞാനെന്തിനു നിർത്തണം? പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അവര് നമ്മുടെ പിള്ളേരുടെ ബാഗ് മുഴുവനും ഈ വീടിന്റെ അലമാരകളും എല്ലാം പരിശോധിച്ചു. എന്തായി? മോതിരം കിട്ടിയോ? അതല്ലേ വിശേഷം. മോതിരം പോയിട്ട് സ്വർണത്തിന്റെ ഒരു തരി പോലും അവർക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അല്ല, അവരെന്തർത്ഥത്തിലാ ഇവിടെ വന്ന് ഈ തിരച്ചിൽ നാടകം നടത്തിയത്? നമ്മുടെ മക്കളെന്താ കള്ളികളാണെന്നാണോ അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്? സുലോചനെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ട്. അത്രയ്ക്ക് വലിയ അധിക്ഷേപ അവര് നമ്മളോടും നമ്മുടെ കുടുംബത്തോടും കാണിച്ചത്. നമ്മളെന്താ ഒരു നിലയും വിലയും ഇല്ലാത്ത അന്തസ്സില്ലാത്തവരാണെന്നാണോ അവര് കരുതിയത്? അതുകൊണ്ടല്ലേ അവരിവിടെ വന്ന് ഇങ്ങനെ നമ്മളെ അപമാനിച്ചത്. സുലോചനെ, അവർക്കൊരബദ്ധം പറ്റിപ്പോയി. എന്തബദ്ധം? വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉള്ള ആൾക്കാരാണല്ലോ അവര്. അവർക്ക് അബദ്ധം പറ്റുമോ? ഇത് അബദ്ധമൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് നമുക്കുണ്ടായ നാണക്കേടാ, മഹാ നാണക്കേട്. ഇതല്ലേ മോതിരം? എന്റെ മോതിരം. നോക്കട്ടെ. ഇത് തന്നെയാ മോതിരം. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന്. അപ്പൊ നിങ്ങൾക്കായിരുന്നു വെപ്രാളം. അതെ, നമ്മുടെ മരുമക്കളെയും അവരുടെ കുടുംബത്തെയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നു? രാവിലെ നിങ്ങൾ ആഭരണങ്ങൾ എടുത്തു എന്ന് പറഞ്ഞില്ലേ? അന്നേരം നിങ്ങൾ അറിയാതെ ഇവിടെ വീണതായിരിക്കാം. അതെ അതെ അതെ, അതിന് തന്നെയാ സാധ്യത. എടി, നമ്മൾ ഇവിടെ നിന്ന് ശരിക്കും നോക്കണമായിരുന്നു. ഇപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? ഇനിയെങ്കിലും നല്ലോണം സൂക്ഷിച്ചു വെച്ചോളൂ. ഇനി ഇതുപോലെ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. അമ്മ, എടി, ദേവികയെ പൊന്നാരം തോട്ടത്ത് നിന്ന് ഇറക്കിവിടാൻ പറ്റാത്ത വിഷമത്തിലല്ലേ നീ ഇവിടുന്ന് പോയത്?
എന്നാ നിന്റെ ആ വിഷമം ഇപ്പൊ തീരും. അടുത്ത സ്ഫോടനത്തിനുള്ള വെടിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. മനസ്സിലായില്ല, അമ്മ എന്തേതു നീ പറയുന്നത്? ശ്രീകലയുടെ മനസ്സറിഞ്ഞ് അവളെ ഞാനൊന്ന് ഇളക്കി വിട്ടു. ഒരു മോതിരം കാണാത്തതിന്റെ പേരില് പൊന്നാരം തോട്ടത്തുകാർ ഇവിടെ വന്ന് ദേവികയും ഗോപികയും പിന്നെ നമ്മളെ എല്ലാവരെയും കണക്കറ്റ് അപമാനിച്ചു എന്ന് ഞാൻ വെച്ച് അലക്കി. മക്കളെയും കുടുംബത്തെയും അപമാനിച്ചു എന്ന് കേട്ടാ ശ്രീകല മിണ്ടാതിരിക്കൂ? കലിതുള്ളി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അവളെ പിടിച്ചു കെട്ടാനായി അച്ഛനും പുറപ്പെട്ടിട്ടുണ്ട്. അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ശ്രീകല ഇപ്പോ കൊടുങ്കാറ്റ് പോലെ അവിടെ വന്ന് കേറും. പിന്നീട് അവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. അമ്മ, ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് എങ്ങാനും ആന്റി അറിഞ്ഞാലോ? ഇതുവരെ ശ്രീകല നമ്മളെ ആരെയും സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാ മതി. അതെന്തായാലും ശ്രദ്ധിക്കണം, കരുതിയിരിക്കും. പിന്നെ ശ്രീകല വന്നു പോയതിനു ശേഷം എന്നെ വിളിക്കണം.